ഇന്ന് നമുക്ക് എൻ്റെ ഒരു മീൽ പ്രെപ്പിംഗ് വീഡിയോ കാണാം കേട്ടോ. ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ റെസിപ്പികളൊന്നും പറയണില്ല. പക്ഷേ മീൽ പ്രെപ്പിംഗ് എന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനും ഹസ്ബൻഡും ഇപ്പോൾ ഇവിടെ അബ്രോഡാണ്, UK യിലാണ്. ഞങ്ങൾക്കൊരു കുട്ടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 പേരും വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഫുൾ ടൈം ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ അങ്ങനെ ഒരു ഓർഡറിൽ എപ്പോഴും കുക്ക് ചെയ്യാൻ പറ്റില്ല. ഞാനും ഡ്യൂട്ടി എടുക്കുന്നുണ്ടല്ലോ. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു 2 ദിവസം മീൽ പ്രെപ്പ് ചെയ്ത് വെക്കും. അതായത് ഇപ്പം ഞാൻ ഏതെങ്കിലും ഒരു ദിവസം മീൽ പ്രെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കറികളും അന്ന് ഉണ്ടാക്കിയ ഐറ്റംസൊക്കെ നമുക്കൊരു 3 ദിവസത്തേക്കോ 4 ദിവസത്തേക്കൊക്കെ മാക്സിമം ഉണ്ടാവും. അപ്പം ഞാൻ 4-ാമത്തെ ദിവസം അല്ലെങ്കിൽ 5-ാമത്തെ ദിവസം വീണ്ടും മുടക്ക് കിട്ടണത്, അതായത് അവധിയുള്ളൊരു ദിവസത്തെ ഗ്യാപ്പ് നോക്കിയിട്ട് വീണ്ടും മീൽ പ്രെപ്പ് ചെയ്യാണ് ചെയ്യാറ്. ചില ഐറ്റംസൊക്കെ നമുക്ക് 1 വീക്കിലേക്ക് ഉണ്ടാവും കേട്ടോ. ഫോർ എക്സാമ്പിൾ ദോശമാവൊക്കെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ അത് 1 വീക്കിലേക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ ചില കറികളൊക്കെ 2-3 ദിവസത്തേക്ക് എക്സ്ട്രാ ഉണ്ടാവാറുണ്ട്. എന്നാൽ പോലും നമ്മൾ ആഴ്ചയിൽ 2 ദിവസം എന്തായാലും മീൽ പ്രെപ്പ് ചെയ്യേണ്ടി വരാറുണ്ട്. ഇത് ഭയങ്കര ഈസി ആക്കും കേട്ടോ ലൈഫ്. നമ്മൾ വെക്കേണ്ട രീതിക്ക് വെച്ച് നല്ല രീതിക്ക് എയർ ടൈറ്റ് ചെയ്തിട്ട് ചൂടൊക്കെ പോയതിന് ശേഷം ഫ്രിഡ്ജിലും കുറച്ച് ഫ്രീസറിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ചൂടാക്കിയെടുത്ത് കഴിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. പിന്നെ നമ്മൾ കുക്കിംഗ് വരിക, ചോറ് വെക്കേണ്ടി വരാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പൊറോട്ടയ്ക്കാണെങ്കിൽ അത്, റാപ്പാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് ആ റാപ്പ് ഒന്ന് സെറ്റാക്കാം. അങ്ങനത്തെ ചെറിയ ചെറിയ കുക്കിംഗ് മാത്രമേ വരാറുള്ളൂ കേട്ടോ നമുക്ക്. അല്ലെങ്കിൽ മുട്ട പുഴുങ്ങുക അങ്ങനത്തെ ഒക്കെ വരും. ഇപ്പോൾ കണ്ടില്ലേ, ഞാനിന്ന് വൈകിട്ട് പുട്ടായിരുന്നു. അപ്പോൾ ആ പുട്ടുപൊടി നനച്ചത് കുറച്ച് എക്സ്ട്രാ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നാളെ ഞാൻ രാവിലത്തേക്ക് എടുക്കും. പിന്നെ ബീൻസും ക്യാരറ്റും തോരൻ വെച്ചു, ചിക്കൻ പുരട്ടി വെച്ചു റാപ്പിനുള്ളത്, ദോശമാവ് ഇത് അരച്ച് വെച്ചു. ഇനി അത് ഓവനിലെടുത്ത് വെക്കണം കേട്ടോ, പുളിച്ച് പൊന്തി വരാൻ വേണ്ടിയിട്ട്. പിന്നെ കടല വെച്ചിട്ടൊരു എന്താ പറയുക സോസ് പോലെ ഉണ്ടാക്കി. അപ്പം നമുക്കത് റാപ്പിന് യൂസ് ചെയ്യാമല്ലോ. പിന്നെ സാമ്പാർ, പരിപ്പ് കുത്തിക്കാച്ചിയത്, ക്യാബേജ് തോരൻ, ഉരുളൻകിഴങ്ങ്, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയത് ചൂടാറി, നല്ലോണം ചൂടാറിന്ന് ഉറപ്പ് വരുത്തിയിട്ട് പാർട്ടീഷൻ ചെയ്തിട്ട്, മീൻസ് കുറേ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രീസറിലും ബാക്കിയെല്ലാം ഫ്രിഡ്ജിലും അങ്ങനെ എടുത്ത് വെച്ചിട്ട് യൂസ് ചെയ്യാണ് കേട്ടോ ചെയ്യുക. ഇനി നമുക്ക് 2-3 ദിവസത്തേക്ക് നമുക്കിനി ഒന്നും ചെയ്യേണ്ടി വരില്ല കേട്ടോ. അങ്ങനെ എല്ലാ പരിപാടികളും തീർത്ത് കിച്ചൺ ക്ലോസ് ചെയ്തു.